ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ മലക്കം മറിഞ്ഞ് മുഖ്യമന്ത്രി തിങ്കളാഴ്ച കൊച്ചിയിൽ നിക്ഷേപകരെ കാണാനാണ് ഹെലികോപ്റ്റർ യാത്ര നടത്തിയത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് കൊച്ചിയിൽ പോയതുകൊണ്ടാണ് അവിടെ നിക്ഷേപകരെ കണ്ടത് എന്നായിരുന്നു വിശദീകരിച്ചത്. ചിലരെ രഹസ്യമായും അല്ലാതെയും കാണേണ്ടി വരും, ചിലർ കാണാൻ ഇവിടെയും വരും. അന്ന് കൊച്ചിയിൽ എത്തുന്നതുകൊണ്ടാണ് അവിടെ വെച്ച് കാണാൻ തീരുമാനിച്ചത് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉള്ളപ്പോഴും വിവാദങ്ങളിൽ ആണ് മാധ്യമങ്ങൾക്ക് താല്പര്യമെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. എന്നാൽ ആരാണ് നിക്ഷേപകൻ എന്നതിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി ഇന്നും തയ്യാറായില്ല. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും അടിയന്തര സാഹചര്യം നേരിടുന്നതിനുമായാണ് കഴിഞ്ഞ സർക്കാർ പ്രതിമാസം 80 ലക്ഷത്തോളം രൂപ വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുത്തത്. അന്നത്തെ പ്രതിപക്ഷം വലിയ വിമർശനം അതിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ പ്രളയത്തിനിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വകാര്യ ആവശ്യത്തിനായി തന്റെ ഭാര്യയുടെ പിതാവ് കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്നു, അവിടെ അദ്ദേഹത്തെ സന്ദർശിക്കാനായി യാത്ര ചെയ്തു എന്നത് വലിയ വിവാദമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ആ വിവാദങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അത്തരം ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. ഇതിലും വലിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തി. എന്തിനാണ് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഇൻവെസ്റ്റർമാരെ കാണാൻ, നിക്ഷേപകരെ കാണാൻ കൊച്ചിയിലേക്ക് പോകുന്നത്? മുഖ്യമന്ത്രി ഉള്ളിടത്ത് അവർ വരേണ്ടതല്ലേ? ശരി, മുഖ്യമന്ത്രി യാത്രയിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം ശക്തമാക്കി. എന്തിനത്തെ രഹസ്യ യാത്ര എടുത്ത ചോദ്യമാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചത്. അതിന് കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തോട് ആ കാര്യം വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. അതായത് ഒരു കാര്യം വ്യക്തമാണ്, ഈ യാത്രയിൽ ദുരൂഹത തുടരുന്നു. മുഖ്യമന്ത്രി ആദ്യം തിങ്കളാഴ്ച പറഞ്ഞത് ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ, നിക്ഷേപകരെ കാണാൻ വേണ്ടി മാത്രമാണ് അവിടേക്ക് പോയത്. അപ്പോൾ തൻ്റെ ബന്ധുവിനെ, ഭാര്യയുടെ പിതാവിനെ കൂടി കാണുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് മറുപടി അദ്ദേഹം പറഞ്ഞത് കൊച്ചിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, അവിടെ പോയപ്പോൾ നിക്ഷേപകരെ കണ്ടു. വളരെ കൃത്യമായ വൈരുദ്ധ്യം ഇതിലുണ്ട്. മുഖ്യമന്ത്രി തിങ്കളാഴ്ച പറഞ്ഞതല്ല ഇന്ന് പറഞ്ഞത്. ഇനി എന്താണ് ഇതിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത നിലപാടെന്നാണ് അറിയേണ്ടത്. ഏതായാലും യാത്രയിൽ ദുരൂഹതയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ഒന്നുകൂടി കടുപ്പിക്കാൻ ഉതകുന്ന മറുപടിയാണ് വി.ഡി. സതീശനിൽ നിന്ന് ഇന്നുണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.